ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു പുരോഹിതൻ അവൻ ആരാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയുന്നത് അവൻ്റെ മരണത്തിന് ശേഷം മാത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവനത് തിരിച്ചറിഞ്ഞാൽ മരിച്ചു പോയേക്കും. ഭയത്താലല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്താൽ. പൗരോഹിത്യം യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനയുടെ വാക്കുകളെ ഓർക്കുമ്പോൾ ദൈവത്തോടുള്ള നന്ദിയാൽ എൻ്റെ ഹൃദയം നിറയുകയാണ്. ഇടറിപ്പോയിട്ടും കുതറിമാറിയിട്ടും അകന്ന് നടന്നിട്ടും ബലഹീനനായിരുന്നിട്ടും പൗരോഹിത്യം എന്ന വലിയ നിധി ഈ മൺപാത്രത്തിൽ നിക്ഷേപിച്ച ദൈവമേ, അങ്ങേക്ക് ഒരായിരം നന്ദി. ഇനി നന്ദി അർപ്പിക്കാനുള്ളത് കുറേ നല്ല മനുഷ്യർക്കാണ്. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കുറേ മനുഷ്യർ. കേവലം 5-10 മിനിറ്റ് നീളുന്ന ഒരു നന്ദി പ്രസംഗം കൊണ്ടൊന്നും ഇവരോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നെനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. ഞാൻ വിശുദ്ധനായ ഒരു വൈദികനായി കാണണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള എൻ്റെ നന്ദി അർപ്പണം എൻ്റെ വിശുദ്ധ ജീവിതമായിരിക്കും. അതിനായി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം ഈ വൻ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുകയും ചെയ്യുന്നു. ഇനി നന്ദി പറയേണ്ടത് എൻ്റെ കുടുംബത്തോടാണ്. സെമിനാരി പഠനകാലത്ത് ഓരോ തവണയും വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന മമ്മിയെ തിരിഞ്ഞു നോക്കാൻ പേടിയാണ്. കാരണം മമ്മിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും. ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഞാനും കരഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കലും നോക്കാറില്ല. ആ പേടി ഇന്നും ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട പപ്പ, മമ്മി, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, 1000 നന്ദി. സെമിനാരിയിൽ ചേരുന്നതിൻ്റെ തലേദിവസം രാത്രി കഞ്ഞി വിളമ്പി തരുന്നതിനിടെ പൊട്ടിക്കരഞ്ഞു പോയി മമ്മിയെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. എന്തിനാ കരയുന്നേ ചോദിച്ചപ്പോൾ പറഞ്ഞത് സന്തോഷം കൊണ്ടാണെന്നാണ്. ഒത്തിരി വൈകിയുണ്ടായി മകൻ തങ്ങളുടെ വയസ്സുകാലത്ത് കൂടെ ഉണ്ടാവണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കണം. എങ്കിലും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ചങ്കു പുറച്ചു കൊടുക്കുന്ന വേദനയോട് കൂടിയാണെങ്കിലും എന്നെ ദൈവത്തിന് സമർപ്പിച്ച പ്രിയപ്പെട്ട പപ്പയും മമ്മി, നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശരാക്കില്ല എന്നുറപ്പ് മാത്രം നൽകുന്നു. പപ്പ എനിക്കെന്നും ശക്തമായ ഒരു കോട്ടയായിരുന്നു. ഏതൊരാവശ്യത്തിലും ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ഇന്നും സഹായത്തിന് ഓടിയെത്തുന്നത് എൻ്റെ പപ്പയുടെ അടുത്തേക്കാണ്. മമ്മി എനിക്ക് ചുറ്റും എന്നും പ്രാർത്ഥനയുടെ കോട്ടകൾ തീർത്തിരുന്നു. ഈയിടെയായിട്ട് മമ്മിയെ കാണുന്നവരൊക്കെ പറയാറുണ്ട് വല്ലാതെ ക്ഷീണിച്ചു പോയെന്ന്. അതെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നോമ്പ് നോറ്റൊക്കെ ക്ഷീണിച്ചതാണ്. തങ്ങൾ കടന്നു വന്ന കനൽ വഴികളിലൂടെ ഒന്നും നടക്കാൻ തങ്ങളുടെ മക്കൾക്കൊരിക്കലും ഇടവരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത, യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും വളർത്തിയ പ്രിയപ്പെട്ട പപ്പയെ, മമ്മി, 1000 നന്ദി. ജീവിത മൂല്യങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും ഒക്കെ ആദ്യപാഠങ്ങൾ ഞാൻ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങൾ എനിക്ക് നൽകിയതിന് ഒരിക്കലും ഒന്നും പകരം തന്നാലാകില്ല. പക്ഷേ ഞാൻ ഒരു ഉറപ്പ് മാത്രം നൽകുന്നു, എൻ്റെ അവസാനത്തെ ബലിയോളം എല്ലാ കുർബാനകളിലും ഇനി നിങ്ങളുണ്ടാകും. ഇനി നന്ദി പറയേണ്ടത് എൻ്റെ ചേട്ടനും ചേച്ചിയോടുമാണ്. നിങ്ങളുടെ അനിയനായി ജനിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. നിങ്ങളുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ എനിക്ക് അധികം സമയം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ UP സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരവരുടെ ഹയർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞിരുന്നു. വിരലിലെണ്ണാവുന്നത്ര ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഒരുമിച്ച് ഓരോ വർഷവും വീട്ടിൽ ചിലവഴിക്കാറുള്ളൂ. എങ്കിലും ആ ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളും ഓർമ്മകളും. നമ്മൾ ഒരുമിച്ചുള്ള ഒരു വീഡിയോ കോൾ പോലും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. നിങ്ങളെപ്പോലെ ഞാൻ ആരെയും എൻ്റെ ജീവിതത്തിൽ മിസ് ചെയ്തിട്ടില്ല. ഒരരിയൻ എന്നതിനപ്പുറം ഒരു മകനായി തന്നെയാണ് നിങ്ങൾ എന്നെ കണ്ടതും സ്നേഹിച്ചതും. എൻ്റെ ജീവിതത്തിലെ 2 സ്ട്രോങ് പില്ലേഴ്സായി നിങ്ങൾക്ക് എൻ്റെ വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദി അറിയിക്കട്ടെ.
ഇനി നന്ദി പറയേണ്ടത് എൻ്റെ ബ്രദർ ഇൻ ലോയ്ക്കും സിസ്റ്റർ ഇൻ ലോയ്ക്കുമാണ്. പ്രിയപ്പെട്ട ചിന്നു ചേച്ചി, അനിലളിയ, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം സ്വന്തം ചേട്ടനെയും ചേച്ചിയും പോലെ തന്നെയുള്ള 2 പേരെ ദൈവം എനിക്ക് നൽകി. എപ്പോഴും എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും കൂടെ നിൽക്കുകയും സ്വന്തം അനിയനായി കരുതുകയും ചെയ്യുന്ന നിങ്ങൾക്കും കുന്നുംപുറത്ത് ചൊവ്വാറ്റുകുന്നിൽ കുടുംബങ്ങൾക്കും ഒരുപാട് നന്ദി. എൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ എന്നെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്ന് ഞാൻ ആരംഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ പൗരോഹിത്യ ജീവിതത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എന്നോട് കൂടെ ഉണ്ടാകും എന്ന് യാചിക്കുന്നു. ആ ഉറപ്പെനിക്കുണ്ട്. ഇന്ന് ഞാൻ അർപ്പിക്കാൻ പോകുന്ന ഈ പ്രഥമ ദിവ്യബലിയിൽ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ഞാൻ ചേർത്ത് വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി.